ഇന്ന് നോക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് സെക്ഷനിലെ എങ്ങനെയാണ് ഷീറ്റ്, അതായത് പേപ്പർ ഡ്രോയിങ്സ് ഷീറ്റ് ഫോൾഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ ആർക്കിടെക്ചറിങ് ഡ്രോയിങ്സ് ആയാലും എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ആയാലും നമുക്ക് ഷോപ്പ് ഡ്രോയിങ്സ്, അതുപോലെ തന്നെയുള്ള സബ്മിഷൻ ഡ്രോയിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, A1 പ്രിൻറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ A1 പ്രിൻറ്റ് ചെയ്താൽ അത് നമുക്ക് സൈറ്റിലേക്ക് ഇഷ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ സബ്മിഷൻ ഫയലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടോ നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഫോൾഡ് ചെയ്യണം. ഏത് ഈ A1 ഷീറ്റ് ഫോൾഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ ഓരോ ഡ്രോയിങ്സും പ്രിൻ്റ് എടുക്കുക പല പല സ്കെയിലുകളിലാണ്. അപ്പോൾ ആ സ്കെയിലിനനുസരിച്ച് നമ്മൾ ഡ്രോയിങ്സിൻ്റെ ഷീറ്റ് നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഡ്രോയിങ് ഷീറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഡ്രോയിങ് ബോർഡിനെ കുറിച്ചിട്ട് ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൽ ഡ്രോയിങ് ഷീറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ, ഡ്രോയിങ് ഷീറ്റും ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അതിലൂടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ ഡ്രോയിങ്സ് പ്രിൻ്റ് എടുക്കുക, ഒന്ന് A4 ഷീറ്റ്, അതുപോലെ തന്നെ A3 ഷീറ്റ്, പിന്നെ അതുപോലെ തന്നെ A1, A0, പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് A1 ഷീറ്റ്. A1 ഷീറ്റിൽ പ്രിൻ്റ് എടുക്കുക. ഈ കാണുന്നതാണ് A1 ഷീറ്റ്, ഈ വലിയ ഷീറ്റ്. ഇപ്പോൾ നമ്മൾ സാധാരണ സൈറ്റിലൊക്കെ നമുക്ക് പ്രിൻ്റ് എടുത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ സാധാരണ രീതിയിലുള്ള ഫോൾഡിങ് മതി. അപ്പോൾ അതുപോലെ തന്നെ സബ്മിഷന് വേണ്ടിയിട്ട്, അതായത് സബ്മിഷൻ ചെയ്ത് കൊടുക്കണം, ഇതുപോലുള്ള ഒരു പോർട്ടലിലേക്ക് നമുക്ക് ഫയൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിലുള്ള ഫോൾഡിങ് പോരാ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ A1 ഷീറ്റിന് നമ്മൾ A4 സൈസിലേക്ക്, ഈ കാണുന്ന A4 റെഫറൻസ് സൈസിലേക്ക് എന്ത് ചെയ്യണം, ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഫയൽ ചെയ്യണം ഇതുപോലെ. അപ്പോൾ നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ എഡ്ജിൽ എന്ത് ചെയ്യേണ്ടി വരും, പഞ്ച് ഹോൾ അടിക്കേണ്ടി വരും. ഇത് വെച്ചിട്ട് പഞ്ച് ഹോൾ അടിക്കേണ്ടി വരും. അപ്പോൾ ഈ A1 ഈ കാണുന്ന A1 ഇവിടെ എഡ്ജിൽ നമുക്ക് പഞ്ച് ഹോൾ അടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ ഫയൽ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ, പഞ്ച് ഹോൾ അടിച്ചും ഫയൽ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്രത്യേക രീതിയിൽ ഫോൾഡ് ചെയ്യണം. ഈ A1 ഷീറ്റ് വിത്ത് റെഫറൻസ് ഏത്, ഈ A4 റെഫറൻസ് വെച്ചിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഫോൾഡ് ചെയ്യണം, ഒരു പ്രത്യേക രീതിയിലേക്ക് ഫോൾഡ് ചെയ്യണം. ആ അത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ രണ്ട് രീതിയിൽ ഫോൾഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് ഇതുപോലെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനും, ഒന്ന് സാധാരണ സൈറ്റിലേക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലും എങ്ങനെയാണ് A1 ഷീറ്റ് ഫോൾഡ് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഞാനിവിടെ A1 ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഡ്രോയിങ്സ് എന്ന് പറയുന്ന സമയത്ത്, ഒരു ഷീറ്റ് ഡ്രോയിങ്സ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഷീറ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സാധാരണയായിട്ട്. അതുപോലെ തന്നെ ഏത് ഷീറ്റിനും എന്തുണ്ടാവും, ഒരു ടൈറ്റിൽ ബ്ലോക്സ് ഉണ്ടാവും. ഓക്കെ, ആ ടൈറ്റിൽ ബ്ലോക്സിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പം പറഞ്ഞിട്ടുണ്ടാവും, അതിൻ്റെ ഡ്രോയിങ്സ് നമ്പർ പറഞ്ഞിട്ടുണ്ടാവും, ഷീറ്റ് നമ്പർ പറഞ്ഞിട്ടുണ്ടാവും, റിവിഷൻ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ഡ്രോയിങ്ങിൻ്റെ ടൈറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും, ഏത് കോൺട്രാക്ടറാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, കൺസൾട്ടൻ്റ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ക്ലയൻറ്റിൻ്റെ പേരുണ്ടാവും, അതുപോലെ റിവിഷൻ ഡേറ്റ്സ് ഉണ്ടാവും, അതായത് ഏതൊക്കെ ഡേറ്റാണ് നമ്മൾ റിവിഷൻ ചെയ്തത്, അത് എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് റിവിഷൻ ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ടൈറ്റിൽ ബ്ലോക്കിൽ സാധാരണ ഇതിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോർണറായിട്ടാണ് നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കോർണർ, ഈ ഒരു കാര്യങ്ങളായിരിക്കണം ആദ്യം വിസിബിളായിട്ട് വരിക. അതായത് ഇപ്പം നമ്മൾ A4 ഷീറ്റിലേക്ക് മടക്കിയെടുക്കും. ഈ A4 ഷീറ്റിലേക്ക് മടക്കിയെടുക്കുന്ന സമയത്ത് ഈ ഒരു കോർണറായി ഫയൽ ഓപ്പൺ ചെയ്താൽ ഈ ഒരു കോർണറായിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം കാണാൻ വേണ്ടി പറ്റും ഏത് ഡ്രോയിങ്സ് നമ്പർ, അത് ഏത് റിവിഷനിലുള്ളതാണ്, ഏതാണ് അതിൻ്റെ ടൈറ്റിൽ എന്തൊക്കെയാണ് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് റെഫറൻസ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും, ഫയൽ ചെയ്ത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു A4 ഷീറ്റ് ഉണ്ടെങ്കിൽ A4 ഷീറ്റ് റെഫറൻസ് ആയിട്ട് എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ കൈയുടെ അളവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റെഫറൻസ് ആയിട്ട് ഇതിന് എടുക്കാൻ വേണ്ടി പറ്റും. കൈ വെച്ചിട്ടുള്ള അളവ് വെച്ചിട്ട്, കൈയുടെ അളവ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഫറൻസ് വെച്ച് മടക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ സൈസിലാണ്, ഈ A4 സൈസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത് മടക്കിയെടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെ മടക്കിയെടുക്കുന്നത് നോക്കാം. ഞാൻ എൻ്റെ സൈഡിലേക്ക്, ഞാൻ നോക്കുന്ന സൈഡിലേക്ക് ഈ A4 ഞാൻ A3 ഷീറ്റിനെ മാറ്റിയിട്ടുണ്ട്, A1 ഷീറ്റിനെ ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡിൻ്റെ ഭാഗത്താണ് ഈ ടൈറ്റിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഈ ടൈറ്റിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ എൻ്റെ റൈറ്റ് ഹാൻഡിൻ്റെ ഭാഗത്താണുള്ളത്. ഈ റൈറ്റ് ഹാൻഡ് ഇവിടെയാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്.
അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഷീറ്റ് ഞാൻ എടുക്കുന്നത്, ഈ ഒരു ഷീറ്റ് എടുത്തു. അതിനുശേഷം ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ മുകളിലേക്ക് മടക്കുന്നുണ്ട്. ഇതുപോലെ ഈ ഭാഗം പിടിച്ചു, ഇത് നേരെ മുകളിലേക്ക് മടക്കുന്നു. ഈ കോർണർ കറക്റ്റായി വെക്കുക. അതിനുശേഷം മുകളിലേക്ക് മടക്കും. അതുപോലെ തന്നെ ഈ ഒരു കോർണർ കറക്റ്റായിട്ട് വെക്കുക, ഇത് മുകളിലേക്ക് മടക്കും. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെ മുകളിലേക്ക് നേരെ പകുതിയായി മടക്കിയാൽ തന്നെ അതൊരു A4 സൈസിൻ്റെ സൈസായിരിക്കും. ഇതിൻ്റെ ഹൈറ്റ് നോക്കുന്ന സമയത്ത് A4 സൈസിന് കറക്റ്റായിട്ട് വരും. ഇത് നേർ പകുതിയായിട്ട് മടക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ A4 സൈസിന് ഒരു A4 ഷീറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഹൈറ്റ് കിട്ടും. അതായത് A1 ഷീറ്റ് നേർ പകുതിയായി മടക്കിയാൽ ഒരു A4 ഷീറ്റിൻ്റെ ഹൈറ്റിലേക്കുള്ള സൈസ് കിട്ടി. അതിനുശേഷം ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നേരെ പകുതിയായി താഴേക്ക് മടക്കാം. ഈ താഴേക്ക് ഈ എഡ്ജിന് മുട്ടുന്ന രീതിയിൽ നേരെ മുകളിൽ. ഓക്കെ, അതുപോലെ ഈ കോർണറും ഇതുപോലെ നോക്കും ഉണ്ടല്ലോ. അപ്പോൾ ഈ സാധനങ്ങൾ ഇവിടെ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ട് വന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ A4 സൈസ് വെച്ചു. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യണം. അതായത് ഇതിൻ്റെ ഈ വിഡ്ത്ത് കിട്ടണം അല്ലേ A4ൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, A4 ഒന്നുകിൽ A4ൻ്റെ റെഫറൻസ് വെക്കുക ഇതുപോലെ. ഓക്കെ, അല്ലാതെ നമ്മളെ കൈയളവ് വെക്കുക. ഈ ഒരു കൈയളവ്, ഈ ഒരു അളവിൽ, ഈ അളവ് മതിയോ, ഈ ഒരു അളവിൽ, ഈ ഒരു അളവ് ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഫോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഞാൻ തൽക്കാലം A4 ഷീറ്റിൻ്റെ റെഫറൻസ് വെക്കും. എന്നിട്ട് ഇതാണ് നമ്മുടെ പോയിന്റ് വരുന്നത്. ഈ പോയിന്റ് വെച്ചിട്ട് ഇവിടെ വീണ്ടും റൈറ്റ് ഹാൻഡ്, ഈ റൈറ്റ് ഹാൻഡ് ഈ ഭാഗത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് ഇതിനെ മടക്കും. ഓക്കെ, അതിനുശേഷം A4 ഷീറ്റ് അവിടെ നിന്ന് പറഞ്ഞേക്കാം. ഇത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യും. ഓക്കെ, അതുപോലെ ഇങ്ങോട്ടേക്ക് A4 ഷീറ്റിൻ്റെ റെഫറൻസിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ സൈസിൽ മടക്കുക. ഓക്കെ, അതിനുശേഷം ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് മടക്കിയത്. ശ്രദ്ധിക്കുക, ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടേക്ക് മടക്കി. ഓക്കെ, A4 ഷീറ്റിന് ഇനി നമ്മളിത് ഇങ്ങോട്ടേക്ക് മടക്കണം. അതായത് ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. ഇപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത് മടക്കിയാറോ, മടക്കിയ സമയത്ത് ഈ രീതിയിലാണ് ഉള്ളത്. ഇനി അത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മടക്കണം. മനസ്സിലായല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. അതായത് ആദ്യം നമ്മൾ A4 ഷീറ്റിൻ്റെ റെഫറൻസ് ഇവിടെ വെച്ച് ഇവിടുന്ന് ഈ സൈഡിലേക്ക് ഇങ്ങോട്ടേക്ക് മടക്കി. അതിനുശേഷം അവിടുന്ന് ഈ ഭാഗത്ത് ഇങ്ങോട്ടേക്ക് മടക്കും. അപ്പോൾ ഇങ്ങോട്ടേക്ക് മടക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇഞ്ചോ അല്ലെങ്കിൽ കുറച്ച്, എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പഞ്ച് ഹോൾ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗം, ഈ പഞ്ച് ഹോൾ ഇവിടെ അടിക്കാനുള്ള ഒരു ഹോൾ അടിക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പ് അവിടെ എന്ത് ചെയ്യുക, വെക്കുക. ഷീറ്റിൻ്റെ അവിടെ ഒരു ഇഞ്ച് ഗ്യാപ്പിലോ ഒരു ഇഞ്ച് ഇത് ഇഞ്ചിൻ്റെ ഇതിൽ റെഫറൻസിൽ അത് വെച്ചേക്കാം. ഓക്കെ, ഓക്കെ, ഇപ്പം ഇങ്ങനെ വരും. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് നമുക്കിവിടെ കിട്ടും, ഫോൾഡ് പഞ്ച് ഫോൾഡ് അടിക്കാനുള്ള ഗ്യാപ്പ് കിട്ടും. ഇനി ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഈ ഒരു അറ്റം പിടിച്ച് ഇത് ഈ ഒരു അറ്റം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഡബിൾ ഫോൾഡ് ചെയ്യണം. അതായത് ഈ ഒരു അറ്റം ഈ ഒരു മൂലയിൽ മുട്ടണം. ഈ ഒരു മൂലയിൽ കണക്കായിട്ട് വരണം. ഈ ഒരു പോയിന്റ് നമ്മുടെ പിന്നെ ഡീറ്റെയിൽസ് ഉള്ള റെഫറൻസ് ഡീറ്റെയിൽസ് ഉള്ള ഷോപ്പ് ഡ്രോയിങ് നമ്പർ ടൈറ്റിൽ ബ്ലോക്ക് ഒക്കെ ഉള്ളത് ഈ ഒരു കോർണറിലേക്ക് വരണം. ഈ ഒരു കോർണറിൻ്റെ ഈ മൂലയിലേക്ക് വരണം. പക്ഷേ ഈ ഒരു ഭാഗം എന്ത് ചെയ്യണം, ഇത് കടന്നു പോകാനും പാടില്ല. നമ്മൾ നേരത്തെ ഒരു കുറച്ച് വിട്ട് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വിട്ടിട്ട് പോകാനും വേണ്ടി പാടില്ല ഈ ഒരു ഭാഗം. അപ്പം ആ രീതിയിൽ ഇതിനെ ഡബിൾ ഫോൾഡ് ചെയ്യണം. അതായത് ഈ ഒരു പോയിന്റ് ഇവിടെയും കിട്ടണം, ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യണം, ഇവിടെ ഈ ഒരു മൂലയിൽ വന്ന് നിൽക്കണം. അപ്പം അങ്ങനെ റെഫറൻസ് കിട്ടുന്ന രീതിയിൽ ഇതിനെന്ത് ചെയ്യാം, ഡബിൾ ഫോൾഡ് ചെയ്യാം.
ഈ ഒരു കാണുന്ന രീതിയിൽ ഇതിനെന്ത് ചെയ്യാം, ഡബിൾ ഫോൾഡ് ചെയ്യും. അപ്പോൾ നമുക്കിതുപോലെ ഒരു A4 ഷീറ്റിൻ്റെ സൈസിലേക്ക് ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത്. ഇപ്പോൾ നമുക്കിവിടെ പഞ്ച് ഹോൾ അടിച്ച് ഫയൽ ചെയ്ത് വെച്ചോ. ഇപ്പോൾ നമുക്കൊരു ഷോപ്പ് ഡ്രോയിങ് ഓപ്പൺ ചെയ്യണം. ഇതിങ്ങനെ പിടിച്ച് വലിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് ഓപ്പൺ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഈ കോർണറിൽ കിട്ടുകയും ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കോർണറിൽ പഞ്ച് ഹോൾ അടിക്കണം. അപ്പോൾ പഞ്ച് ഹോൾ അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഇപ്പോൾ പഞ്ച് ഹോൾ അടിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഡ്രോയിങ്സ് കയറി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ പഞ്ച് അടിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നേർപകുതിയായിട്ട് ഇവിടത്തേക്ക് മടക്കി വെക്കുക. ഈ കോർണറിലേക്ക് ഇങ്ങനെ മടക്കി വെക്കുക. കാണാൻ വേണ്ടി പറ്റുമെന്ന് വെച്ചിരിക്കുന്നു. അതായത് ഈ ഒരു പോയിന്റ്, ഈ ഒരു ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഉണ്ടാവും. അത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നോക്കുക. ഇതുപോലെ ഫോൾഡ് ചെയ്ത് മടക്കി വെക്കാം. ഓക്കെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇത് റെഫറൻസ് വെച്ച് കറക്റ്റ് റെഫറൻസ് വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യാം, പഞ്ചടിക്കുക. കറക്റ്റായിട്ട് പഞ്ച് ഹോൾ അവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫയൽ എടുക്കുക. ഫയലെടുത്ത് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് അതിൽ കറക്റ്റായിട്ട് ഫയൽ ചെയ്ത് വെക്കുക. ക്ലോസ് ചെയ്യുക. ഓക്കെ. ഇപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മൾ ഫയലിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഡ്രോയിങ്സ് തുറന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നേരെ അങ്ങ് തുറന്നിട്ട് ഇതുപോലെ തന്നെ തുറന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡ്രോയിങ്സ് ഓപ്പൺ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് അതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കാൻ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇനി മറ്റൊരു രീതിയിൽ, ഇതിപ്പോൾ നമ്മൾ ഫയലിങ്ങിന് വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചാണ്. ഇനി മറ്റൊരു രീതിയിൽ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം നമുക്ക്. ഇനി അടുത്ത ഒരു രീതി എങ്ങനെയാണ് ഫയൽ ഫോൾഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഫയലിലേക്കല്ല, അത് നമ്മൾ സാധാരണ സൈറ്റിലൊക്കെ ഉള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് A1 ഷീറ്റ് ഫോൾഡ് ചെയ്യുന്നത് അതാണ് നോക്കുന്നത്. അതിന് ഒരു A4 ഷീറ്റ് റെഫറൻസ് എടുത്താൽ നല്ലത്, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ മടക്കിയിരുന്നത് നേരെ മുകളിലേക്കാണ് അല്ലേ, ഫയലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഇത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ നോക്കുക, ഷീറ്റ് ഇങ്ങനെയാണുള്ളത്. ശ്രദ്ധിക്കുക, എൻ്റെ ഭാഗത്തേക്കായിട്ടാണ് ഷീറ്റ് ഉള്ളത്. എൻ്റെ ഡ്രോയിങ് ടൈറ്റിലും കാര്യങ്ങളൊക്കെ നേരത്തെ പോലെ തന്നെ റൈറ്റ് ഹാൻഡിലാണുള്ളത് ഈ ഭാഗം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് നേർപകുതിയായിട്ട് ഇങ്ങോട്ടേക്ക് മടക്കും. ഓക്കെ. അപ്പോൾ നേർപകുതിയായിട്ട് ഈ രീതിയിലേക്ക്, അതായത് എൻ്റെ റൈറ്റ് ഹാൻഡിന് ലെഫ്റ്റ് ഹാൻഡ് ഭാഗത്തേക്ക് നേർപകുതിയായിട്ട് മടക്കുക. ഓക്കെ. ഇതുപോലെ മടക്കും. അതിനുശേഷം ഈ ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് നേരെ റൈറ്റ് ഹാൻഡിൽ ഈ എഡ്ജിലേക്ക്, ഇതിൻ്റെ ഈ എഡ്ജിലേക്ക് നേരെ മടക്കും. ഓക്കെ. അല്ലല്ലോ, മനസ്സിലായല്ലോ? കാര്യം മനസ്സിലായല്ലോ? അതിനുശേഷം ഇത് നമ്മുടെ ഇപ്പുറത്തെ ഭാഗത്തുള്ളതും ഇങ്ങോട്ടേക്ക് മടക്കും. മനസ്സിലായോ? ഇപ്പം നേരത്തെ നമ്മൾ ആദ്യം അതെന്ത് ചെയ്തു, ഇത് നേരെ ഇങ്ങോട്ടേക്ക് മടക്കി ലെഫ്റ്റ് സൈഡിലേക്ക്, പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നേരെ ഇതിൻ്റെ പകുതി നേർപകുതി വീണ്ടും റൈറ്റ് സൈഡിലേക്ക് ഈ കോർണറിലേക്ക് മടക്കി, പിന്നെ ഈ ഷീറ്റിനെ തിരിച്ചു വെച്ചു ഈ ഭാഗം ഇങ്ങോട്ടേക്ക് മടക്കി ഈ കോർണറിലേക്ക് മടക്കി. ഇപ്പോൾ നമുക്കൊരു A4 ഷീറ്റിൻ്റെ സൈസ് കിട്ടി. A4 ഷീറ്റിൻ്റെ സൈസ് കിട്ടി. മനസ്സിലായല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിന് നേർപകുതിയായിട്ട് മടക്കാം. ഇത് നേർപകുതിയായിട്ട് ഇങ്ങനെ, ഇതിപ്പോൾ ഇങ്ങനെയാണുള്ളത്, ഇത് നേർപകുതി ഇങ്ങനെ മടക്കും. നേർപകുതിയായിട്ട് ഒരു കറക്റ്റ് A4ൻ്റെ സൈസിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഫോൾഡ് ചെയ്തെടുത്തു. പക്ഷേ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. പഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹോൾ ഇതിൻ്റെ സെൻട്രലായിട്ടാണ് വരിക, ഈ ഡ്രോയിങ്സിൻ്റെ സെൻട്രലായിട്ട് വരും. ഇതിന് പഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ അതിന് നമുക്ക് വേറൊരു രീതിയിൽ ഫയൽ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കാണുന്ന പ്ലാസ്റ്റിക് കവേഴ്സ് ഉണ്ടാവും, ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഫോൾഡേഴ്സ്, ഇതുപോലുള്ള പ്ലാസ്റ്റിക്സിൻ്റെ ഫോൾഡേഴ്സ് ഉണ്ടാവും, കവേഴ്സ് ഉണ്ടാവും. ആ കവേഴ്സിൻ്റെ ഉള്ളിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട്, ഈ കാണുന്ന രീതിയിൽ ഇതിനെ ഇൻസേർട്ട് ചെയ്തിട്ട്, ഇതുപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫയൽ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും.
അപ്പോൾ അതെങ്ങനെ ഫയൽ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മളവിടെ ഫയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന A1 ഷീറ്റ് ഉണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് ഇട്ടിട്ട് എങ്ങനെയാണ് നമുക്ക് ഫയൽ ചെയ്യുന്നുള്ളതെന്ന് വെച്ചാൽ നോക്കാം. അപ്പോൾ ഇതുപോലെ ഈ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഈ ഭാഗമാണ് നമ്മൾ ഫയൽ ചെയ്യുക. ഇവിടെ ഹോൾസ് കാണുന്നുണ്ടാവും നിങ്ങൾ. ഈ ഹോൾസാണ് നമ്മൾ ഫയൽ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡ്രോയിങ്സ് ഉണ്ട്. ഇതാണ് നമ്മൾ ഡ്രോയിങ്, ഫോൾഡ് ചെയ്ത് വെച്ച ഡ്രോയിങ്. ആ ഡ്രോയിങ് ഞാൻ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇതുപോലെ ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ഫയൽ തുറന്നു ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഫയൽ ചെയ്തു. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് ഫയൽ ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേരിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലെ തന്നെ ഈ ഫോൾഡറിന്ന് ഓപ്പൺ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഷോർട്ട് ഡ്രോയിങ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റും. ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. മറ്റേതാണെങ്കിൽ പഴയ രീതിയിലാണ് നമുക്ക് ഡ്രോയിങ്സ് ഇതുപോലെ എടുക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡ്രോയിങ്സ് ഇതിൽ നിന്ന് ഫയലിൽ നിന്ന് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തുറന്ന് നോക്കാവുന്നതാണ്. ഇപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസവും രണ്ടും എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ എൻജിനീയറിംഗ് ബേസ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ഐക്കണും ഒന്ന് ഇനാബിൾ ചെയ്ത് വെക്കുക.